ഹലോ, വെൽക്കം ടു ആനൂസ് യമ്മി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വീഡിയോ പിസ്സ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഓവൻ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലുമാണ് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റും ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ പിസ്സയുടെ ബേസ് തയ്യാറാക്കുന്നതിനുള്ള ഡോ ഒന്ന് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർക്കുന്നത്. പിന്നെ ഇതാ 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ സോൾട്ട്, 1.5 ടീസ്പൂണോളം ഓയിൽ. ഇതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇളം ചൂടുവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് എപ്പോഴും പെട്ടെന്ന് തന്നെ ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യണതാണ് നല്ലത്. വെള്ളത്തിൻ്റെ ചൂട് കൂടിപ്പോവും വേണ്ട. വാം വാട്ടറാണ് ഇപ്പോൾ ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. എനിക്കിതിലേക്ക് 3/4 കപ്പേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ചില മൈദയുടെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. എനിക്ക് എന്തായാലും ഇപ്പോൾ 3/4 കപ്പേ ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനെക്കാട്ടിൽ ലൂസിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് സെയിം ബൗളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് മേലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഞാൻ ഈ സമയത്തെല്ലാം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ നല്ലതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റിന് വെച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അതല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാനായിട്ട് കുറച്ചും കൂടി സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിങ്സിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് കായം പറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം വരുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂണോളം തൈരും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും, ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ കൈ വെച്ച് ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നേരത്തെ കായം പറ്റി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് 2 സൈഡ് നല്ലതുപോലെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് മറിച്ചിട്ട് കൊണ്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോസ് റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഇവിടെ പിസ്സ സോസ് റെഡിയാക്കുന്നില്ല, പകരം ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോസാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് കുറച്ചധികം കെച്ചപ്പ് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂണോളം ഒർഗാനോയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇതും പിസ്സ സോസിനെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസ് തന്നെയാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡോ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 പിസ്സയാണ്, മീഡിയം സൈസ് പിസ്സയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയുക. അതിനുശേഷം നമുക്കിതിനെ ഒരേ വലുപ്പത്തിൽ വരുന്ന 2 മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം ഓവനിലും ഒരെണ്ണം സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. സ്റ്റൗ ടോപ്പിൽ പിസ്സ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഫ്രൈ പാനാണ്. ഇതൊരു മീഡിയം സൈസ് വരുന്ന ഫ്രൈ പാനാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയാണ്. റവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് കാണാൻ നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതൊരു നിർബന്ധവും ഇല്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഡോ വെച്ച് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ആദ്യം കുറച്ച് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്താലും മതിയാകും. ഇത് നല്ല സോഫ്റ്റായ ഡോ ആയതുകൊണ്ട് തന്നെ ഞാനത് കൈകൊണ്ട് പരത്തി പാത്രത്തിൻ്റെ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ എല്ലായിടത്തും കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ പിസ്സ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. സോസ് കുറച്ച് അധികം ആക്കി കൊടുക്കുന്നുണ്ട്. അത് പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ അറ്റത്തും എത്തുന്ന രീതിയിൽ സോസ് നമുക്ക് ആദ്യം ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. അതും നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടോപ്പിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കും ഒനിയനുമാണ്.
അപ്പോൾ ഇത് രണ്ടും അധികം കട്ടിയില്ലാതെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ കഴിക്കണ നേരത്ത് വല്ലാതെ കടിക്കണതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ക്യാപ്സിക്കാണ് വെച്ച് കൊടുക്കുന്നത്, പിന്നെ ഉള്ളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത് രണ്ടും മാത്രമാണ് യൂസ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് സോയാബീനോടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോയാബീൻ ഇട്ടുമെന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. സോയാബീൻ്റെയും ചിക്കൻ്റെ ആയാലും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവനിൽ വെക്കാനുള്ളതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസയുടെ 2 ബേസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗവിലെത്തിയത് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു ദോശക്കല്ലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ദോശക്കല്ല് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി അടുത്തത് ഞാൻ ഓവനിലാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പിസയുടെ ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് തന്നെയാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 10 മിനിറ്റിന് ശേഷം സ്റ്റൗവിൽ വെച്ചിരുന്ന പീസ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി, ബേസും നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്ന ദോശക്കല്ല് കൊണ്ട് തന്നെ പീസ് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മുകൾ ഭാഗം ഒന്നും കൂടി വെന്ത് കിട്ടും. അപ്പോഴേക്കും ഓവനിലെ പിസയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓവനിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 പീസ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. സ്റ്റൗവിത്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അടിഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.